മരിച്ചവനായ ലാസർ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. നോമ്പിൻ്റെ നാളുകൾ അതിനുവേണ്ടിയാണ് എന്ന് പരിശുദ്ധ ബാബാ തിരുമേനി നമ്മോട് ആഹ്വാനം ചെയ്തു. യഥാർത്ഥ സന്തോഷത്തിൻ്റെയും യഥാർത്ഥ ആനന്ദത്തിൻ്റെയും വഴി യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭ്യമായി തീരുന്നത്. ലോകം മുഴുവനും സന്തോഷത്തിൻ്റെ പുതിയ പുതിയ മാർഗങ്ങൾ തേടുന്ന വഴികളിലാണ്. അവിടെയാണ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും വഴികളിലൂടെ യഥാർത്ഥമായ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് സാക്ഷിക്കുകയാണ്. നേരിട്ട് വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുകയാണ്. വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം: എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കും. സന്തോഷത്തിൻ്റെ വഴി എന്ത് എന്ന് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് എന്ന് ഈ വചനത്തിലൂടെ യേശു നമ്മോട് പറയുകയാണ്. പുതിയ നിയമത്തിൽ സന്തോഷത്തിൻ്റെ ലേഖനമെന്ന ഒരു ലേഖനമുണ്ട്. നമുക്കേവർക്കും ആ ലേഖനം സുപരിചിതമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് An Epistle of Joy. അത് സന്തോഷത്തിൻ്റെ ലേഖനമാണ്. ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ലേഖനത്തിന് സന്തോഷത്തിൻ്റെ ലേഖനം എന്ന പേര് വന്നിരിക്കുന്നത്? ഈ ലേഖനത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു വചനമാണ്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്നുള്ളത്. സന്തോഷം കണ്ടെത്തേണ്ട യഥാർത്ഥ വഴി കർത്താവ് മാത്രം ആയിരിക്കണമെന്ന് അവിടെ പറയും. അതുകൊണ്ടാണ് ഈ ലേഖനത്തിന് സന്തോഷത്തിൻ്റെ ലേഖനമെന്ന പേര് വന്നിരിക്കുന്നത്. ഈ ലേഖനം എഴുതിയത് ആരാണ്? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ. അദ്ദേഹമാകട്ടെ പലവിധമായ പീഡനങ്ങളിലൂടെയും ശാരീരിക ബലഹീനതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന ഒരു ബലഹീനനായ മനുഷ്യനാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഈ ലേഖനം എഴുതിയതോ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനമാണ്. ആരെങ്കിലും ജയിലിൽ ഇരുന്നു കൊണ്ട് ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ അതൊരിക്കലും സന്തോഷത്തിൻ്റെ ലേഖനമായിരിക്കത്തില്ല. അവിടെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങൾ നിറഞ്ഞ കണ്ണുനീരിൽ കുതിർന്ന ഒരു ലേഖനമായിരിക്കും എഴുതുന്നത്. പക്ഷെ പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനമാകട്ടെ അത് സന്തോഷത്തിൻ്റെ ലേഖനമാണ്. ഈ ലേഖനം ആർക്കാണ് എഴുതിയത്? അത് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. ഫിലിപ്പിയ സഭയുടെ മറ്റൊരു പേരാണ് മക്കതോന്യ സഭ എന്നുള്ളത്, ദ മാസിഡോണിയൻ ചർച്ച്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2 കൊരിന്ത്യർ 8-ന്റെ 1-ാം വാക്യം മുതൽ പൗലോസ് ശ്ലീഹ കൊരിന്തിലെ സഭയോട് പറയുകയാണ്: കൊരിന്തിലെ വിശ്വാസികളെ, നിങ്ങളൊരു സഭയെ കണ്ട് പഠിക്കണം. ആ സഭ മക്കതോനിയ സഭ അഥവാ ഫിലിപ്പിയ സഭയാണ്. എന്താണ് ഈ സഭയുടെ മാതൃക? അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്: പ്രിയമുള്ളവരെ, മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കും. പിന്നെ ദൈവകൃപ എന്താണെന്ന് പറയുകയാണ്: കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ ഹേതുവായി തീർന്നു. കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ കടന്നുപോയ ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. പക്ഷെ അവർക്ക് സന്തോഷ സമൃദ്ധിയാണ്, വലിയ സന്തോഷം അവർക്ക് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ചേർന്ന് വരുന്നത്?
കഷ്ടതയാണേലും സന്തോഷമുള്ളവരാണ്. പിന്നെ പറയാണ് അവർക്ക് ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികളാണ് ഈ സഭയിലുള്ളത്. പക്ഷെ അവരുടെ ധാരാളം ഔദാര്യം കാണിക്കുന്നവരാണെന്ന് അടുത്തു പറയും. എന്താണ് ഔദാര്യം? ഇല്ലാത്തവർക്ക് കൊടുക്കുന്നവരാണ്. ദാരിദ്ര്യമാണെങ്കിലും മഹാദാരിദ്ര്യമാണെങ്കിലും അവർ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നവരാണ്. തുടർന്ന് പൗലോസ്ലീഹ പറയാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തെക്കുറിച്ച് ഈ സഭ താല്പര്യത്തോടെ എന്നോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും അവർ തന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. പൗലോസ്ലീഹ ഈ സഭയെ ചെന്നപ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, വിശുദ്ധന്മാർക്ക് വേണ്ടി നമുക്കൊരു സാമ്പത്തിക പിരിവ് തുടങ്ങണം. അത് യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടിയുള്ള പിരിവായിരുന്നു. യെരുശലേമിൽ യുദ്ധവും ക്ഷാമവും ഒക്കെ ഉണ്ടായപ്പം അവിടെയുള്ള ക്രിസ്ത്യാനികൾ വലിയ പ്രയാസത്തിലായിരുന്നു. അവരെ നമുക്ക് സഹായിക്കണമെന്ന് പൗലോസ്ലീഹായോട് പറഞ്ഞത് ഈ പട്ടിണിക്കാരുടെ സഭയാണ്. അവർ പറയും, നമുക്കൊരു സാമ്പത്തിക പിരിവ് ആരംഭിക്കണം. എന്നിട്ട് പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും അവർ തന്നു എന്ന് ഈ സഭയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നു. അത്രയ്ക്ക് പൗലോസ്ലീഹ ഇഷ്ടപ്പെട്ട ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവുമായുള്ളവരെ എന്നാണ് ഫിലിപ്പിയ സഭയെക്കുറിച്ച് പൗലോസ്ലീഹ സാക്ഷിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിൻ്റെ ലേഖനമാണ്. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട അധ്യായം 4-ാം അധ്യായമാണ്. ഈ 4-ാം അധ്യായം വായിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വായിച്ചു പഠിക്കേണ്ട ഒരു അധ്യായമാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. ഒന്നാമത്തെ രഹസ്യം പൗലോസ്ലീഹ പറയുന്നു. 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയും. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ വേദഭാഗത്ത് പൗലോസ്ലീഹ പറയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സാമ്പത്തികവും കുടുംബപരവും ശാരീരികവും മാനസികവുമായ ധാരാളം സങ്കടങ്ങൾ നമുക്കുണ്ട്. നമുക്ക് വിചാരപ്പെടാതിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ പൗലോസ്ലീഹ പറയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പൊ പിന്നെ ഈ വിചാരങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പൊ വിചാരപ്പെടണ്ട, പിന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. നിങ്ങൾ സങ്കടപ്പെട്ട് ജീവിക്കരുത്. നിങ്ങളെ സങ്കടങ്ങളൊക്കെ കർത്താവിനോട് പ്രാർത്ഥനയിൽ അറിയിക്കണം. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്. നമ്മൾ ഈ വിചാരങ്ങളും ഉത്കണ്ഠകളും നിരാശകളും ഭാരങ്ങളും വെച്ചുകൊണ്ട് നടക്കരുത്. അത് ശാരീരികമായും മാനസികമായും നമ്മെ തളർത്തിക്കളയും. നാം ചെയ്യേണ്ടത് ഈ ഭാരങ്ങളെല്ലാം പ്രാർത്ഥനയിൽ, എല്ലാം അറിയുന്ന, എല്ലാം ചെയ്യുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്വർഗീയമായൊരു സമാധാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മെ വിളിക്കുന്ന ദൈവം എന്താണ്? ഈ പ്രാർത്ഥനയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുന്നതെന്നറിയാമോ? ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ്. ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് തൻ്റെ മക്കളായ നമുക്ക് ധൈര്യം നൽകുന്ന കാര്യം.
റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പൗലോസ്ലീഹ എഴുതുകയാണ്, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് നാം ഭയപ്പെടേണ്ടതില്ല. നാം ബഹുമാനത്തോടും ആദരവോടും വരണം. അതിന് നൽകുന്ന വാക്കാണ് ദൈവഭക്തി എന്നുള്ളത്. ദൈവഭയമെന്നും പറയുന്നത് വാസ്തവത്തിൽ ഈ പേടിയല്ല, പിന്നെയോ ആദരവോടും ബഹുമാനത്തോടും കൂടെ വരുന്നു എന്നുള്ളതാണ്. നാം ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് വരിക, നമ്മുടെ എല്ലാ വേദനകളും കർത്താവിനോട് പറയുക, എല്ലാ സങ്കടങ്ങളും അവിടെ സമർപ്പിക്കുക. കാരണം ഈ ദൈവം നമ്മുടെ പിതാവാണ്, അവൻ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാസന്മാരും ദാസികളുമല്ല, ധൈര്യത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നാം എല്ലാവരും പ്രാപിച്ചത്. യേശു വീണ്ടും പറയാണ്, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ഈ പ്രാർത്ഥനയുടെ അധ്യായമാണ്. ലൂക്കോസ് 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്, നിങ്ങളിൽ ഒരപ്പനോട് മകൻ വന്ന് അപ്പാ എനിക്കൊരു അപ്പം തരണോന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ദാനത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ ദാനത്തേക്കാൾ വലിയ ദാനങ്ങളൊന്നും വേറെയില്ല. ചോദിക്കുമ്പം ഏറ്റവും വലിയ ദാനം തന്നെ ചോദിക്കേണ്ടത്, നിന്റെ പരിശുദ്ധാത്മാവിനെ അധികമായി ഞങ്ങൾക്ക് തരണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവം നല്ല ദാനങ്ങൾ തരുന്ന അപ്പനാ. ആ അപ്പൻ്റെ അടുത്ത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനൊരു അവകാശമുണ്ട്, പ്രാർത്ഥിക്കാൻ നമുക്കൊരു ധൈര്യമുണ്ട്. 127-ാം സങ്കീർത്തനം നമുക്കെല്ലാം സുപരിചിതമായ സങ്കീർത്തനമാണ്. അതിങ്ങനെ ആരംഭിക്കുന്ന, യഹോവ വീട് പണിയാതിരുന്നാൽ ഈ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കും. നമ്മളെ സങ്കീർത്തനം വായിക്കുമ്പം ഉറങ്ങാതെ, ഉറക്കം വരാതെ, ആകുലപ്പെട്ടും ഭാരപ്പെട്ടും ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ആ സങ്കീർത്തനം. എന്താണ് ഉറക്കം വരാത്തതെന്നറിയാമോ? അയാളുടെ ഭാരങ്ങളാ, അയാളുടെ ചിന്താകുലങ്ങളാ. പട്ടണം എങ്ങനെ കാക്കപ്പെടും, വീടെങ്ങനെ പണിയപ്പെടും, ഇങ്ങനെയുള്ള അനുദിന പ്രശ്നങ്ങൾ കൊണ്ട് ഈ മനുഷ്യനേറെ സങ്കടപ്പെട്ട് ഉറങ്ങാൻ പോലും കഴിയാതെ ഇരിക്കും. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. ഈ അധികാലത്ത് എഴുന്നേൽക്കുന്നത് നല്ലൊരു കാര്യമാണ്, അത് ആരോഗ്യപരമായ കാര്യം തന്നെയാണ്. പക്ഷെ നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതോ? ഈ നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്ന ഒരാൾക്ക് അധികാലത്ത് എഴുന്നേൽക്കാൻ പറ്റുമോ? ഇവിടെ വാസ്തവത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ആകുലപ്പെട്ടും ഭാരപ്പെട്ടുമൊക്കെ രാത്രി കിടന്നപ്പം രാത്രി 2 മണിയായി. എഴുന്നേറ്റപ്പെടോ അധികം ഉറങ്ങാൻ പറ്റാഞ്ഞതുകൊണ്ട് വെളുപ്പിനെ 4 മണിക്ക് അങ്ങ് എഴുന്നേൽക്കുകയും ചെയ്തു. എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റി? വെറും 2 മണിക്കൂർ മാത്രം ഉറങ്ങുന്നുള്ളൂ ഈ മനുഷ്യൻ. നല്ല ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. ഇവിടെയാണ് അനാരോഗ്യകരമായ ഒരു ജീവിത ശൈലി ഇയാളെ ബാധിച്ചിരിക്കും. എന്നും ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും പല കാര്യങ്ങൾ ചിന്തിച്ചും അയാൾ ഇരിക്കും. പിന്നെ എപ്പോഴോ ഉറങ്ങും. ഉറങ്ങിയാലായി, ഉറങ്ങിയില്ലെങ്കിലായി, വളരെ വേഗം എഴുന്നേൽക്കുകയും ചെയ്യും. ഈ വചനം പറയാണ്, വ്യർത്ഥമത്രേ നീ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് സങ്കടപ്പെടുന്നതും ആലോചിക്കുന്നതും ഭാരപ്പെടുന്നതും എല്ലാം വ്യർത്ഥമത്രേ.
തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ശരിയായ പരിഭാഷ നമുക്കറിയാം, തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നെന്നാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉറക്കം. മറ്റൊരു പരിഭാഷ നമ്മൾ വായിക്കുന്നത് തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. രണ്ടും ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. നീ നിന്റെ സങ്കടങ്ങളും ഭാരങ്ങളും വിഷമങ്ങളുമെല്ലാം വലിയവനായ കർത്താവിനോട് പ്രാർത്ഥനയിൽ പറഞ്ഞിട്ട് നീ പോയി കിടന്ന് ഉറങ്ങ്. നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ നിനക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവുണ്ട്. അവൻ ഉറക്കത്തിൽ തന്നെ, നീ ഉറങ്ങുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊള്ളുമെന്നറിയും. നിനക്കവൻ ഉറക്കം തരുന്നൊരു ദൈവമാണ്. നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നിങ്ങളിങ്ങനെ ആകുലപ്പെട്ടും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ജീവിക്കണ്ട. നിങ്ങളുടെ സകല ഭാരങ്ങളും കർത്താവിനോട് പറയുക. പരിശുദ്ധനായ പത്രോസ്ലീഹായും തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. രണ്ടാമതായി സന്തോഷത്തിൻ്റെ മഹാരഹസ്യം എന്ത് എന്ന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ പൗലോസ്ലീഹ എഴുതുകയാണ്. 4-ന്റെ 8-9 വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ചുരുക്കി പറഞ്ഞ നല്ല ചിന്തകൾ വേണമെന്ന്. നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം. നോമ്പിൻ്റെ നാളുകൾ നല്ല ചിന്തകളുടെ നാളുകളാണ്, നല്ല ധ്യാനത്തിൻ്റെ നാളുകളാണ്, തിരുവചനം വായിച്ച് ധ്യാനിക്കേണ്ട നാളുകളാണ്. ഹൃദയത്തിലെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ശരീരം വളരണമെങ്കിൽ ആഹാരം കൊടുക്കണം. അതുപോലെ മനസ്സ് വളരണമെങ്കിൽ നമ്മൾ മനസ്സിന് കൊടുക്കുന്ന ആഹാരമാണ് ചിന്തകൾ. നല്ല ചിന്തകൾ കൊടുത്താൽ നല്ല രീതിയിൽ മനസ്സ് വളരും. ചീത്തയായ ചിന്ത കൊടുത്താലോ തിന്മയായ രീതിയിൽ മനസ്സ് വളരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വിശുദ്ധ ലൂക്കോസ് 6-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ യേശു പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് 6-ാം അധ്യായം 45-ാം വാക്യം. ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന്, നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കും. ദുഷ്ടനായ മനുഷ്യനോ ഹൃദയത്തിലെ തിന്മയായ നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കും. ഒരാൾ എന്തുകൊണ്ടാണ് തിന്മ നിറഞ്ഞ മനുഷ്യനായത്? ഒരാൾ എന്തുകൊണ്ടാണ് നന്മ നിറഞ്ഞ മനുഷ്യനായത്? ആ നന്മ നിറഞ്ഞ മനുഷ്യൻ, അയാളുടെ ചിന്തയെല്ലാം നന്മയായിരുന്നു. അത് ഹൃദയത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി അതിലൊന്ന് നന്മ മാത്രമേ അയാൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. തിന്മ നിറഞ്ഞ മനുഷ്യനോ അയാളുടെ ചിന്താഗതികളെല്ലാം തിന്മയായതുകൊണ്ട്, ഹൃദയത്തിലെ തിന്മയെല്ലാം അടിഞ്ഞുകൂടിയതുകൊണ്ട് ആ തിന്മയിൽ നിന്ന് തിന്മയുടെ പ്രവൃത്തിയാണ് പുറത്തു വരുന്നത്. നല്ലവനാകാനുള്ള വഴി എന്താണെന്നറിയാമോ? നല്ല ചിന്തകൾ വരണം, നല്ല ധ്യാനങ്ങൾ ഉണ്ടാകണം, ഹൃദയത്തിൽ നല്ലത് ചിന്തിക്കാൻ തുടങ്ങണം. ഇതാണ് നന്മയുടെ വഴി. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ പൗലോസ്ലീഹ എഴുതുകയാണ്. റോമർ 8-ന്റെ 5-6 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കും. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡീകമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞു ജീവിച്ചാൽ നമ്മൾ ഒരിക്കൽ മരിക്കും. എന്നാൽ ആത്മാവിന്റെ ചിന്ത കൊണ്ട് ജീവിച്ചാലോ യഥാർത്ഥ ആനന്ദം, യഥാർത്ഥ സമാധാനം, യഥാർത്ഥ ജീവൻ നമുക്ക് ലഭിക്കുമെന്ന് ഈ വചനം നമ്മളോട് പറയുകയാണ്. സ്കൂളിൽ പഠിച്ചൊരു കഥയുണ്ട്.
ആ കഥ ഇങ്ങനെയാണ്. ഗുരുവിൻ്റെ കീഴിൽ 2 ശിഷ്യന്മാര് പഠനം പൂർത്തീകരിച്ചു. ഗുരു അവരെ ഒന്ന് പരീക്ഷിക്കാൻ പോകുകയാണ്. ആ പരീക്ഷ ഇങ്ങനെയാണ്. 2 പേർക്കും ഓരോ മുറി കൊടുത്തു. ചെറിയ മുറികളാണ്. അന്ന് പാഠം പഠിക്കുമ്പോൾ അതിലെ 10 രൂപ അവരുടെ കയ്യിൽ കൊടുത്തെന്നാണ് വായിക്കും. ഈ 2 ശിഷ്യന്മാരുടെ കയ്യിലും ഗുരു 10 രൂപ വീതം കൊടുത്തു. അന്ന് 10 രൂപയ്ക്ക് നല്ല വിലയുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മേടിച്ച് നിങ്ങളുടെ മുറി നിറയ്ക്കണമെന്ന് പറഞ്ഞു. ഈ 10 രൂപയും കൊണ്ട് 2 ശിഷ്യന്മാർ നടക്കുകയാണ്. ഈ മുറി മുഴുവൻ നിറയ്ക്കാൻ എന്തോ കിട്ടാനാ 10 രൂപയ്ക്ക്. അപ്പോഴാണ് ഒരാൾ കണ്ട ഒരു വീടിന്റെ പരിസരത്ത് കുറെ ചപ്പു ചവറും വേസ്റ്റും എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കും. ആ വീട്ടിന്റെ വാതിൽക്ക് ചെന്ന് മുട്ടിയിട്ട് ചോദിച്ചു, സാറേ, ഞാൻ ആ വേസ്റ്റ് ഒക്കെ ഒന്ന് എടുത്തോട്ടെ, 10 രൂപ തന്നേക്കാന്ന് പറഞ്ഞു. അയാൾക്ക് ലോട്ടറി അടിച്ചു. കാരണം ഇതൊക്കെ എങ്ങനെയൊന്ന് മാറിക്കിട്ടിയാൽ മതിയെന്ന് അയാൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ പറയാണ്, 10 രൂപ തന്നേക്കാം, ആ വേസ്റ്റ് എടുത്തോട്ടെ. ഇയാളൊരു, മോനെ, നീ 10 രൂപ തരണ്ടടാ, നീ എത്രയും വേഗം വേസ്റ്റ് എല്ലാം മുഴുവൻ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൈവണ്ടിയിൽ അയാൾ ആ വേസ്റ്റ് എല്ലാം കൂടെ അയാളുടെ മുറി കൊണ്ടുവന്ന മുറിയെ കുത്തി നിറച്ചു വെച്ചു. രണ്ടാമത്തെ ആള് പോയിട്ട് ഒരു തീപ്പെട്ടി മേടിച്ചു. പിന്നെ 2-3 മെഴുകുതിരികൾ മേടിച്ചു. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ആ മെഴുകുതിരി കത്തിച്ചപ്പോൾ തന്നെ അതില് പ്രകാശം നിറഞ്ഞു. പിന്നെ കുറെ സാമ്പ്രാണി തിരികൾ കൂടെ കത്തിച്ചപ്പോഴോ സുഗന്ധവും നിറഞ്ഞു. 2 പേരുടെയും മുറി പരിശോധിക്കാൻ ഗുരു വരികയാണ്. ഒരു മുറിയുടെ സമീപത്തേക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ചീഞ്ഞളിഞ്ഞ വസ്തുക്കളുടെ ദുർഗന്ധമാണ് വമിക്കുന്നത്. ആ ഗുരു മൂക്ക് പൊത്തിക്കൊണ്ട് ഓടിയെന്നാണ് കഥ. എന്നാൽ മറ്റേ മുറിയിലോ പ്രകാശവും സുഗന്ധവും നിറഞ്ഞ മുറി. ഇത് നമ്മുടെയൊക്കെ ഹൃദയമാണ്. നമ്മുടെയൊക്കെ ഹൃദയമാണ് ഈ മുറി. ചില ഹൃദയത്തിനകത്തൊക്കെ ചീഞ്ഞളിഞ്ഞ വൈരാഗ്യവും വെറുപ്പും അസൂയയും അശുദ്ധിയും അശ്ലീലും ഒക്കെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. അതിലൊന്ന് തിന്മ നിറഞ്ഞ പ്രവൃത്തികളൊക്കെ പുറത്തേക്ക് വരും. എന്നാൽ മറ്റു ചില മുറിയിലോ പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും ആരാധനയുടെയും നമസ്കാരത്തിൻ്റെയും സുഗന്ധങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിലും നന്മയും ജീവനുമൊക്കെ പുറത്തേക്ക് വരികയാണ്. നല്ല ചിന്തകളാണ് നമ്മളെ എന്നും നല്ലവരാക്കി തീർക്കുന്നത്. പലതരത്തിലുള്ള ചിന്തകളുണ്ട്. ഒരു ചിന്തയാണ് നിഷേധാത്മകമായ ചിന്ത, നെഗറ്റീവ് ചിന്തകൾ. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ പരാജയപ്പെടും, ഞാൻ ഒന്നിനും കൊള്ളാവുന്നവനല്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് സ്വയം ഇടിച്ചു താഴ്ത്തുന്ന ചിന്താഗതികൾ. മോശ എത്ര വലിയ മനുഷ്യനായിരുന്നു! അവൻ അതിസുന്ദരനാ, ദിവ്യസുന്ദരനായിരുന്നു. എന്നിട്ട് പോലും മോശ വളർന്നു വന്നപ്പം മോശയെ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പം മോശ പറയാ, എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. വേറെ ആരെങ്കിലും വിളിച്ചോളാനൊക്കെ പറയുക. ഞാൻ വിക്കനാണ്, ഞാൻ എന്തു വാക്ക് എന്ന് ഫറവോനോട് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. ഒരു അപകർഷതാബോധത്തിന്റെ അടിമയായി മോശയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇത് ജീവിത സാഹചര്യം കൊണ്ടൊക്കെ വന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴ് ആ മോശയെ തന്റെ അമ്മ ഒരു ഞാങ്ങണ പെട്ടിയിലാക്കി നൈൽ നദിയെ കൊണ്ട് ഒടുക്കി വിട്ടു. സാഹചര്യം കൊണ്ടാണ്. എങ്കിലും അന്ന് ആ കുഞ്ഞ് എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത, എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ടെന്നാ, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചെന്നാണ്. അങ്ങനെ ചിന്ത കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ ഇടയുണ്ട്. അതിൽ നിന്നൊക്കെയാകാം മോശയ്ക്ക് ഒരു ചിന്താഗതി വരുന്നത്. പിന്നീട് തന്നെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി മോശ ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് ഒരു ഇസ്രായേൽക്കാരനും ഒരു മിസ്രയീംകാരനും കൂടെ, ഒരു മിസ്രയീംകാരൻ ഇസ്രായേൽക്കാരനെ അടിക്കുന്നു. മോശ എന്ന മിസ്രയീമിനെ അടിച്ച് കൊന്നു. അയാളെ മരുഭൂമിയിലെ പൂഴിമണ്ണില് കുഴിച്ചിട്ടു. പിന്നീട് 2 ഇസ്രായേൽക്കാർ തമ്മിൽ വഴക്ക് കൂടിയപ്പം മോശ പറഞ്ഞു, സഹോദരങ്ങളെ, നമ്മൾ സഹോദരങ്ങളല്ലേ, എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അതിനൊരാൾ ചോദിക്കുകയാണ്, അന്ന് മിസ്രയീമിനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാനാണോ നിന്റെ പരിപാടിയെന്ന്? ആർക്ക് വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങിയോ, ആർക്ക് വേണ്ടി താൻ പ്രവർത്തിച്ചുവോ, അവർ തന്നെ തനിക്ക് നേരെ ചൂണ്ടി തന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പം മോശ സങ്കടപ്പെട്ടു പോയി. ഇനി ഒന്നിനുമില്ലെന്ന് പറഞ്ഞു, ഒരു പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. അവൻ ഓടി പിന്നീട് മരുഭൂമിയില് 40 വർഷം ആടുകളെ മേയിച്ച് നടക്കുകയാണ്.
നിരാശ പടർന്നു കയറിയ ഒരു ജീവിതമായിരുന്നു മോശയുടെ ആദ്യകാല ജീവിതം. അത് കഴിഞ്ഞാണ് ദൈവം അവനെ വിളിക്കുന്നത്. ദൈവം വിളിക്കുമ്പോഴും മോശ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഈ ഫറവോന്റെ അടുത്ത് ചെല്ലുമ്പം എന്നെ ആരായിക്കോട്ട് പറഞ്ഞു വിട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പേരാ പറയേണ്ടത്? നിന്റെ പേരെന്താ? യഹോവ പറയാണ്, ഞാനാകുന്നവൻ ഞാനാകും. ഈ ഞാനാകുന്നു എന്നുള്ളവനാ നിന്നെ അയച്ചതെന്ന് നീ എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. മോശെ, ഈ ഭൂമിയിൽ ഒരൊറ്റ ഞാനേ ഉള്ളൂ, ഒരൊറ്റ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഞാനാ നിന്നെ പറഞ്ഞു വിടുന്നത്. ആ ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പൂർണ്ണനാണ്, നീ ശക്തനാണ്, നീ ബലവാനാണ്. ആ ഞാനാ നിന്നെ പറഞ്ഞു വിടുന്നത്. ആ ഞാൻ എന്ന ദൈവമാ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളൊക്കെ കുറവുള്ളവരാ, നമ്മളൊക്കെ ബലഹീനരാ, നമ്മളൊക്കെ വീണു പോകുന്നവനാ. പക്ഷെ കൂടെ ഒരാളുണ്ട്, അത് ഞാനാകുന്നവൻ ഞാനെന്ന് പറഞ്ഞ ദൈവമാണ്. പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള വീരവാദമൊന്നുമല്ല കേട്ടോ, ഞാൻ ഭയങ്കര സംഭവമാണെന്നും പറയുകയല്ല. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളവനായി മാറിയിരിക്കും. നിഷേധാത്മകമായ ചിന്തകൾ എന്നുള്ള വിടുതലാണ് നമുക്ക് വേണ്ടത്. രണ്ടാമതൊരു ചിന്ത പാപകരമായ ചിന്തകളാണ്. ഹൃദയത്തെ തകർത്ത് കളയുന്ന, ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്ന ചിന്തയാണ് പാപകരമായ ചിന്തകൾ. ഇങ്ങനെയുള്ള ചിന്തകളെ എങ്ങനെ നേരിടണമെന്ന് പൗലോസ്ലീഹ എഴുതുകയാണ്. 2 കൊരിന്ത്യയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 2 കൊരിന്ത്യർ 10-4-5 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴ്പ്പെടുത്തും. സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, അതിനെയെല്ലാം ഞങ്ങൾ കീഴ്പ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന പാപകരമായ ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധ വർഗത്താൽ, പ്രാർത്ഥനയാലും വചനത്താലും ദൈവീക വിശുദ്ധിയാലും ഞങ്ങൾ ആ ചിന്തകളെല്ലാം ക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയാണ്. അവയെ കീഴ്പ്പെടുത്തണമെന്ന് പറയും. മൂന്നാമത്തെ ചിന്തയാണ് ഈ തളർത്തിക്കളയുന്ന ചിന്തകൾ. മറ്റുള്ളവരൊക്കെ നമ്മളെ തളർത്തിക്കളയുന്നവരാണ്. ഒരു വാക്കുകൊണ്ട് തളർത്തിക്കളയും. നമ്മളെന്തെല്ലാം ചെയ്താലും ഒരു തെറ്റായൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് തളർന്നു പോകും, നമ്മളങ്ങ് നിരാശപ്പെട്ടു പോകും. നമ്മളെ കുറ്റം പറയുന്നവര്, നമ്മളെ വേദനിപ്പിക്കുന്നവര്, ഈ തളർത്തിക്കളയുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലോട്ട് കയറാനിടയാകരുത്. അത് പുറമേ തന്നെ തട്ടിക്കളയണം. ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞൊരു വചനമാണ് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. വിശുദ്ധ മത്തായി 10-14 ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കുമ്പം യേശു പറയാണ്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നിങ്ങളെ വീടോ പട്ടണമോ വിട്ടു പോരുമ്പം നിങ്ങളുടെ കാലി പറ്റിയ പൊടി തട്ടിക്കളയും. ഈ കാലയിലൊന്നും അല്ല പൊടി യഥാർത്ഥത്തിൽ പിടിക്കുന്നത്. ഈ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഞങ്ങൾ ഇത്രയും പ്രവർത്തിച്ചിട്ടും, ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും, ഇത്രയും വേദനയോടെ പ്രാർത്ഥിച്ചിട്ടും ഈ മനുഷ്യരാരും ഞങ്ങളുടെ വചനം കേട്ടില്ലല്ലോ, ഈ മനുഷ്യരാരും ഞങ്ങളെ സ്വീകരിച്ചില്ലല്ലോ. ഈ ഒരു ചിന്ത ഹൃദയത്തിൽ വീഴുന്ന പൊടികളാണ്. അപ്പൊ യേശു പറയുന്ന വാസ്തവത്തില് ഈ ചെരുപ്പെ പറ്റിയ പൊടി തട്ടിക്കളയാനല്ല, പിന്നെ ഹൃദയത്തിൽ വീണുപോയ പൊടികൾ, മറ്റുള്ളവർ പറഞ്ഞ ക്രൂരമായ വാക്കുകൾ, വേദനാജനകമായ മൺകൂനകൾ, മുറിവേൽപ്പിക്കുന്ന കല്ലുകൾ ഹൃദയത്തിൽ വന്ന് വീഴാൻ അനുവദിക്കരുത്. അതിനു മുമ്പേ അതെന്താണ്? തട്ടിക്കളഞ്ഞേക്കണം. പൊടി തട്ടിക്കളയാൻ കർത്താവ് നമ്മോട് പറയുക. ഒരു കഴുതയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. തൻ്റെ യജമാനന് വേണ്ടി
ആരോഗ്യമുള്ള നാളുകൾ മുഴുവൻ ജോലി ചെയ്ത് യജമാനന് വേണ്ട എല്ലാ കാര്യം ചെയ്തു കൊടുത്തൊരു കഴുത ഇപ്പം പ്രായമായി, ജോലി ചെയ്യാൻ വയ്യാതായി. യജമാനൻ വേണ്ട ആഹാരവും വെള്ളവും ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ ആഹാരം തേടി വെള്ളം തേടി ഈ കഴുത യജമാനന്റെ പറമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് യജമാനന്റെ പറമ്പില് ഒരു പൊട്ടക്കിണറുണ്ട്. അത് എത്രയും വേഗം മൂടണമെന്ന് പണിക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പൊട്ടക്കിണറ്റിലോട് ഈ കഴുതി എന്നങ്ങ് വീണ് കഴിഞ്ഞപ്പം പണിക്കാർ വന്ന് പറഞ്ഞു, യജമാനനെ നമ്മൾ ആ മൂടണമെന്ന് പറഞ്ഞ കിണറ്റിലുണ്ടല്ലോ, ആ ഒന്നിനും കൊള്ളാത്ത കഴുതി എന്ന് വീണെന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, ഏതായാലും കഴുതയെ കയറ്റാനും നിൽക്കേണ്ട, നിങ്ങൾ എത്രയും വേഗം മണ്ണ് വെട്ടി ആ കിണറങ്ങ് മൂടിയേക്കാൻ പറഞ്ഞു. ആ കഴുതി അവിടെ കിണറ്റിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പണിക്കാരെല്ലാം കൂടെ വന്ന് മണ്ണ് വെട്ടി കഴുതയുടെ മണ്ടക്കോട്ട് ഇടുക. കഴുതി ആദ്യം കുറേയൊക്കെ കരഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് രക്ഷിക്കണേ, ഞാൻ നിങ്ങൾക്കൊരു നന്മ ചെയ്ത കഴുതയാ. ഇതൊക്കെ ബദിരകർണങ്ങളിലോട്ടാ പതിക്കുന്നത്, ഇതൊക്കെ ആര് കേൾക്കാനാ? കുറെ കഴിഞ്ഞ് കഴുതയ്ക്ക് മനസ്സിലായി, ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴുത തീരുമാനിച്ചു പൊടി തട്ടിക്കളയാൻ. തൻ്റെ പുറത്തോട്ട് മൺകൂന വീഴുമ്പം കഴുത ഇങ്ങനെ ഒന്ന് കുടയും, ആ മണ്ണ് താഴോട്ട് വീഴും, കാലുകൊണ്ട് 4 കാലുകൊണ്ട് ചവിട്ടി അങ്ങ് ഉറപ്പിക്കും. പിന്നെയും മണ്ണ് വീഴുമ്പം പൊടി തട്ടിക്കളഞ്ഞിട്ട് കാലുകൊണ്ട് ചവിട്ടി ഉറപ്പിക്കും. ഒടുവിൽ കിണർ നികന്നപ്പം കഴുത എന്തിയേ എന്നിട്ട് മേളി വന്ന് നിൽക്കുകയാണ്, നിങ്ങൾ എന്നെ മണ്ണ് കൊണ്ട് മൂടാൻ നോക്കിയതാണ്, ഞാൻ ആ മണ്ണെല്ലാം പൊടി തട്ടിക്കളഞ്ഞ് തേണ്ട് മുകളിൽ വന്ന് നിൽക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും സങ്കടപ്പെടാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സങ്കടപ്പെടാനേ നേരം കാണത്തുള്ളൂ. പൊടി തട്ടിക്കളയുക. സ്തേഫാനോസ് ശമ്മാസനെ ന്യായാധിപ സംഘത്തിൽ കൊണ്ട് നിർത്തി. അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും സ്തേഫാനോസിനെതിരായ ദുരാരോപണങ്ങൾ പറഞ്ഞു. എല്ലാം കള്ളത്തരങ്ങളാണ്. സ്തേഫാനോസ് മോശയെ അപമാനിച്ചു, ന്യായപ്രമാണത്തെ ധിക്കരിച്ചു. ഈ കള്ളത്തരമൊക്കെ കേൾക്കുമ്പം സ്തേഫാനോസിന്റെ മുഖം എങ്ങനെയുണ്ടെന്ന് കാണാൻ ന്യായാധിപ സംഘം അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലിരിക്കും. ഈ കള്ളത്തരങ്ങളൊക്കെ കേട്ടിട്ടും സ്തേഫാനോസിന്റെ മുഖത്തിന്റെ തേജസ് അങ്ങോട്ട് കുറഞ്ഞില്ല. അതൊരു ദൈവദൂതന്റെ മുഖം പോലെ തേജസ്കരിക്കപ്പെടുകയാണ്. ഇതാകണം നമ്മുടെ പാപം. മറ്റുള്ളവർ പറയുന്ന തളർത്തിക്കളയുന്ന ചിന്തകളൊന്നും മനസ്സിലോട്ട് എടുത്തിടാനൊന്നും പോകരുത്. അതെത്രയും വേഗം നമ്മൾ പൊടി തട്ടിക്കളയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി എന്താണ് സന്തോഷത്തിൻ്റെ രഹസ്യം? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 4-ന്റെ 11 മുതൽ 13 വരെ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ളവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ചുരുക്കി പറഞ്ഞാൽ സകലത്തിലും പൂർണ്ണ തൃപ്തനായിരിക്കുക. ഉള്ള അവസ്ഥയെ തൃപ്തനായിരിക്കാൻ എനിക്കറിയാം. സന്തോഷത്തിൻ്റെ മഹാരഹസ്യമാണ്. ബുദ്ധിമുട്ട് അനുഭവിപ്പാനും പട്ടിണി കിടപ്പാനും സമൃദ്ധിയിലിരിക്കാനും ഒക്കെ എനിക്കറിയാം. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ ചില സ്ഥലത്ത് ചെല്ലുമ്പം സാധുക്കളായ മനുഷ്യരോടൊപ്പം കുടിലുകളിൽ താമസിക്കേണ്ടി വരും. അവിടെ ഇരിക്കുമ്പോൾ അവർ കൊടുക്കുന്ന കപ്പയും കഞ്ഞിയുമായിരിക്കും കുടിക്കും. അവരോടൊരിക്കലും എനിക്ക് കപ്പ വേണ്ട, കഞ്ഞി വേണ്ട, ബിരിയാണി ഉണ്ടോ എന്ന് പൗലോസ്ലീഹ ചോദിക്കത്തില്ല. ചില സമയത്ത് പൗലോസ്ലീഹ കൊട്ടാരങ്ങളിലാണ് ചെല്ലുന്നത്. രാജാക്കന്മാരുടെ വിശിഷ്ട അതിഥിയായിട്ട് സ്വീകരിക്കപ്പെടുമ്പം അവിടെ ഇരിക്കുമ്പോൾ ഇച്ചിരി കഞ്ഞി കിട്ടുമോ എന്ന് ചോദിക്കത്തില്ല. അവിടെ നൽകുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്കറിയാം. സാധുക്കളുടെ ഭക്ഷണം കഴിക്കാൻ എനിക്കറിയാം. ഉള്ളവസ്ഥയിൽ തൃപ്തനായിരിക്കാൻ എൻ്റെ ദൈവം എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഉള്ളതിൽ തൃപ്തിയാണോ നമുക്കൊക്കെ? ഉള്ളതിൽ സന്തോഷം നമുക്കുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതയാണോ നമ്മളെ അധികമായി ഭരിക്കുന്നത്? നമുക്ക് എന്തെല്ലാം ദൈവം നമ്മെ തന്നിട്ടുണ്ട്. ആ തന്നതിനെ ഓർത്ത് നന്ദി പറയാൻ അറിയാമോ? സ്തോത്രത്തോടെ ജീവിപ്പാൻ അറിയാമോ?
ഇതാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ പൗലോസ്ലീഹ എഴുതുകയാണ്. കൊലോസ്യർ 2:9, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. നമുക്ക് പരിപൂർണത എപ്പോഴെന്നറിയാമോ? ക്രിസ്തു ഉള്ളപ്പോഴാണ്. ക്രിസ്തുവില്ലാതെ എന്തെല്ലാം വാരിക്കൂട്ടിക്കൂടുണ്ടെങ്കിലും നമ്മൾ വെറും വട്ടപൂജ്യങ്ങളാ. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ പൂർണ്ണരാണ്. ഫുൾനെസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണതയെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉള്ളത് തൃപ്തനായിരിക്കുക. ക്രിസ്തു കൂടെയുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട പ്രധാന വിഷയം. നാം കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ട പ്രധാന വിഷയം. അതുണ്ടെങ്കിൽ എല്ലാമായി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന്, ഒരു കുറവും വരത്തില്ലെന്ന്. ഒത്തിരി കുറവുള്ളവനായി പറയുന്നത്, പക്ഷേ പറയാണ് യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊരു കുറവും വരത്തില്ലെന്ന്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഏറ്റവും സംതൃപ്തനായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാവുകയാണ്. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിൻ്റെ ലേഖനമാണ്. എഴുതിയ പൗലോസ് ബലഹീനനും അനേകം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവനും ഒക്കെയായിരുന്നു. ജയിലിൽ കഴിയേണ്ടി വന്നവനാണ്. അത് ആർക്കു വേണ്ടി എഴുതിയോ ആ സഭയാകട്ടെ പട്ടിണിക്കാരും ദാരിദ്ര്യം പിടിച്ചവരും ഒക്കെയായിരുന്നു. അവർക്ക് എഴുതുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ നമുക്കൊരു കാരണമുണ്ട്. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആ കാരണം. തടവറകളെ കൊട്ടാര അനുഭവമാക്കി തീർക്കുന്ന സന്തോഷമാണത്. സങ്കടങ്ങളെ സന്തോഷമാക്കുന്ന അനുഭവമാണത്. ക്രിസ്തുവിൻ്റെ കൂടെ ആണോ ജീവിക്കുന്നത്, ആ ഉപവസിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്, നല്ല ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാം. തിന്മ നിറഞ്ഞ ചിന്തകളെ ബലത്തോടെ പുറത്താക്കാം. നന്മയുടെ ചിന്തകൾ, സ്നേഹത്തിൻ്റെയും കരുണയുടെയും നല്ല ചിന്തകളെ നിറയ്ക്കാം. മൂന്നാമതായി, ഉള്ളതിൽ പൂർണ്ണ തൃപ്തിയുള്ളവരായി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.